ഇവിടെ നമ്മുടെ ഇവിടെ ആദ്യം എത്തിയത് ബിജുവും സംഘമാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു കാഴ്ച എന്തായിരുന്നു? ഭയങ്കര ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ചെറിയൊരു റോഡിൽ ഇങ്ങനെ ഒരു പ്രൊസഷൻ നടത്താനുള്ള അനുമതി കൊടുത്ത സർക്കാരിനെയാണ് ഇവിടുത്തെ ആൾക്കാർ വിമർശിക്കുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ രണ്ടുപേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പ്രൊസഷൻ പരിപാടിയിൽ കൊണ്ടുവരരുത് എന്നുള്ളൊരു സംഭവമാണ് പറഞ്ഞത്. അത് ഈ ഇങ്ങനെ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ വരെ കാണാം. ഫീഡിംഗ് ബോട്ടിൽ, ചപ്പൽസ്, ഇത് ഞാനത് വിഷ്വൽസ് എടുത്ത് ആദ്യം കാണിച്ചപ്പോൾ എനിക്ക് തന്നെ അതൊരു കാണിക്കാൻ തന്നെ വിഷമമായിരുന്നു ആക്ച്വലി. എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്കും കുട്ടികളും എല്ലാം ഉള്ളതാണ്. അപ്പം നമുക്കത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമമാണ്. നമ്മളിത് എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലായിപ്പോയി. എന്നാലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമുള്ളൂ. പക്ഷേ റോഡിന്റെ രണ്ട് വശത്ത് നിന്നവർക്കാണ് പ്രശ്നം ഉണ്ടായത്. ഏതൊരു മരത്തിന്റെ മേളിൽ കയറി അതങ്ങനെ ഒടിഞ്ഞെന്തോ ലൈനിൽ വന്നു, മരത്തിന്റെ മേളിലോട്ട് വന്നു, ആ ലൈനിന്റെ മേളിൽ വീണു, കറണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു മോബ് അങ്ങനെ ക്രിയേറ്റ് ചെയ്താണെന്നുള്ള ഒരു സംഭവമാണ് ഒരു ഇത് വരുന്നത്. എങ്ങനെ അപ്പുറത്തെ വശത്തേക്ക് പോവാം. ഹരീഷും കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഹരീഷ്, നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് കൂടി ഇന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഈ റോഡിന്റെ രണ്ട് വശമാണ് പ്രധാനമായും പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഒരു വശം നമ്മൾ പ്രേക്ഷകർ കണ്ടു. ഇനി അടുത്ത വശം, ഈ വശത്തും കാഴ്ചകൾ ഏകദേശം സമാനമാണ്. നീണ്ടു കിടക്കുന്ന ഒരു വലിയ ചെരുപ്പിന്റെ ഒരു നിര. ഇത് കുട്ടികളുടെ ഉണ്ട്, മുതിർന്നവരുടെ ഉണ്ട്, പ്രായമായവരുടെ ഉണ്ട്, സ്ത്രീകളുടെ ഉണ്ട്. അങ്ങനെ ഈ ചെരുപ്പുകൾ തന്നെ എത്ര ഭയങ്കര ഭീകരമായ കഥയാണല്ലോ നമ്മളോട് പറയുന്നത്. അത് അതീവ ദുഃഖകരം എന്ന് പറഞ്ഞാൽ അതീവ ദുഃഖകരം. നമ്മൾ മുണ്ടക്കയും ചൂരൽമലയും കണ്ട മനുഷ്യരാണ് മലയാളികൾ. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ദുരന്തം വീണ്ടും കാണേണ്ടി വന്നു എന്ന ദുഃഖകരമായ സങ്കടം. അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഞാൻ നേരത്തെ രതീഷടുത്ത് സംസാരിക്കാൻ പറയുന്നത്, നമുക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കാണേണ്ടി വരുന്നു എന്ന അതീവ ഒന്നും പറയാം. കാരണം ഈ അർദ്ധരാത്രി പോലും ഇങ്ങനെ കാണേണ്ടി വരുന്നു. അതായത് ചെറിയ മക്കളെ ചെറിയ ചെരുപ്പുകൾ കാണേണ്ടി വരുന്നു, അമ്മമാരുടേത്, പുരുഷന്മാരുടേത്, അങ്ങനെ വലിയ വലിയ ദൃശ്യങ്ങൾ വീണ്ടും കാണേണ്ടി വരുന്ന സാഹചര്യം. അതായത് നമ്മൾ ഏറ്റവും സന്തോഷകരമായ വാർത്തകൾ വീണ്ടും തരുന്ന തീമാണ് നമ്മൾ വൈറൽ പീഡിയ സംഘം. നമ്മൾ ആ ഒരു തരത്തിൽ പോലും നമ്മൾ ഒരു നെഗറ്റീവ് വാർത്തകളൊന്നും നമ്മൾ നൽകുന്നില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ് വാർത്ത നൽകുന്ന സംഘമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നിർദ്ദേശം വരുന്നു, ഇങ്ങനെ ഒരു ദുരന്തം നടന്നെന്ന് പറയുന്നു. അപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമ്മൾ വേണ്ടി വന്നു. പക്ഷെ വന്ന് പെടേണ്ട ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം നമ്മൾ കാണാൻ കൊതിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണേണ്ട അവസ്ഥ. അതായത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞ വാക്കുകളില്ല. കാരണം നമ്മൾ ഒരു കടയിൽ ചെന്നാലോ, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലം പോസിറ്റീവ് വശങ്ങൾ, നല്ല മലയോ കുന്നോ എല്ലാം നമ്മൾ കയറുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്തൊരു വൈബാണ്, എന്തൊരു കാഴ്ചയാണെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കാഴ്ച ജീവിതത്തിൽ കാണേണ്ടി വരുമെന്ന് നമ്മൾ തീരെ വിചാരിച്ചതല്ല. അതീവ ദുഃഖരം എന്ന് പറഞ്ഞാൽ അതീവ ദുഃഖരം. അതിൽ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ആദ്യ വട്ടം നമ്മൾ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യം എത്തിയ മാതൃന്യൂസ് സംഘമാണ്. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ നമ്മളോട് ആദ്യം പോലീസ് നമ്മൾ കയറി സംസാരിക്കും, എന്തിനു വന്നു, അങ്ങനെ ഫുൾ ഷൗട്ടി സംസാരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ മാധ്യമപ്രവർത്തകരാണ്, ഇങ്ങനെ ദുരന്തം നടന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു. നമ്മൾ അവർ ID കാർഡൊക്കെ കാണിക്കുന്നു. അപ്പം കാണിച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ തീവ്രം മനസ്സിലാവും. നമ്മൾ വരുമ്പോൾ ഒരു സാധാ റോഡ് കേരളത്തിലേക്കാൾ സംഭവിച്ചോളൂ, അങ്ങനെ പറയാൻ പാടുണ്ടോ ഇപ്പോഴേ അവസ്ഥ അറിയില്ല. പക്ഷേ എന്നാൽ പോലും പറഞ്ഞു, കേരളത്തിൽ നോക്കുമ്പോൾ തമിഴ്നാട് റോഡ് നല്ല ബെറ്റർ റോഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ വരും, കാരണം ദുരന്തം സംഭവിച്ചു, എന്താണ് അതിന് തീവ്രം അറിയാൻ വേണ്ടി നമ്മൾ വരുന്നു. അപ്പം നമ്മൾ വന്ന സമയത്ത് നമ്മൾ വന്നപ്പോൾ കാണുന്നത് റോഡ് സൈഡ് രണ്ട് സൈഡും നിരവധി വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ. ആ ചെരുപ്പിൽ തന്നെ നമ്മളെ മനസ്സിന് വൈകിട്ട് സ്ഥലത്ത് ഫീഡിംഗ് ബോട്ടിലൊക്കെ വരെ കിടക്കുകയാണ് കുട്ടികളുടെ. സത്യം. അതായത് ഇവിടെ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്ഥലത്ത് ഇത്രയും വലിയൊരു ഇവന്റ് വെക്കാൻ പാടുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അത് പ്രതിപക്ഷവും അതുപോലെ തന്നെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം. ഇതിന്റെ ഒരു പ്രധാന വിഷയം, ഇപ്പോ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, അദ്ദേഹം ഒരു സ്ഥലത്ത് വെറുതെ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ കൂടും. അപ്പോൾ ഇവിടെ ഒരു 4 വരി പാതയിൽ അദ്ദേഹം നടുക്ക് നിൽക്കുന്നു, 10,000 പേരെ സംഘടിപ്പിക്കുന്നു പറയുന്നു. 10,000 പേര് മാത്രം വന്നാലും അതിൽ കൂടുതൽ പേര് വന്നാൽ തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും അല്ലേ? സത്യം. അതായത് ഈ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ പാർട്ടികളും എല്ലാവരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ഒരു ചെറിയ റോഡ് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ
പറ്റിയ റോഡ്, പാലക്കാട് ജില്ലയിൽ കാണാൻ പറ്റിയ റോഡ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കാണാൻ പറ്റിയ റോഡ്, ഈ 2 വരി പാത, അതായത് 2 സൈഡിൽ 4 വരി പാത. ഈ 4 വരി പാതയിൽ വിജയപ്പോൾ താരം വന്നാൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മമ്മൂട്ടിയോ മോഹൻലാലോ വന്നു നിന്നാൽ താങ്ങാൻ പറ്റില്ല. ഇത്ര സ്ഥലത്ത് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പാടുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അത് സത്യമാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ മക്കൾ ചെരുപ്പ് ഇത് കാണുമ്പം മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. കാരണം എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ നമ്മളെ ചൂരൽമല ദുരന്ത ആ സമയത്ത് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം ആ സമയത്ത് നമ്മളെ ഏച്ചി വർക്കുന്ന പുൽപ്പള്ളിയിലാണ്. അപ്പം ഞാൻ അന്ന് വീട്ടിലെ സമയമാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വെച്ചാൽ അവിടെ ഈ മൃതദേഹം കെട്ടിയിടുന്ന അവസ്ഥ ഉണ്ട്. അത് കാണുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അതിനുശേഷം കാണുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വാർത്ത ചെയ്യാറില്ല. കാരണം നമ്മളെ എപ്പോഴും പോസിറ്റീവായ വാർത്തകൾ, നല്ല നല്ല വാർത്തകൾ, നല്ല കാഴ്ചാനുഭവം, നല്ല ഭക്ഷണം, അങ്ങനെയെല്ലാം ചെയ്യുന്ന നമ്മൾ ഒരു തരം നെഗറ്റീവ് വാർത്ത നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഡെസ്കിൽ നിന്ന് വിളി വരുന്നു, ഇങ്ങനെ ദുരന്തം നടന്നിട്ടുണ്ട്, എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മൾ പോയി നോക്കാം എന്ന് നമ്മൾ നോക്കാം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പാടില്ലോ എനിക്കറിയില്ല. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് വന്നവരാണ്. അപ്പോൾ നമ്മളിന്നും പാലക്കാട് നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദുരന്തത്തിന്റെ തീവ്രത ഇത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾക്ക് ആർക്കും, എനിക്കും ഹരീഷിനും ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ സഞ്ചരിക്കുന്ന പാതയിലാണ് ഈ വാർത്ത വലിയ ദുരന്തമാണെന്നും ഇതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഭീകരമാണെന്നും ഇത്രയധികം ആളുകൾക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കയറി ഈ റോട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, കരൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഔദ്യോഗികമായി തന്നെ മരണം 38 ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറച്ചു നേരം മുമ്പ് സംസാരിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞ 40 മരണങ്ങൾ സ്ഥിരീകരിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അത് സ്വാഭാവികമായിട്ട് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ പ്രകാരം നമുക്ക് ഈ അർദ്ധരാത്രി ആയതുകൊണ്ടും നമ്മൾ വന്നിറങ്ങിയ സമയം കൊണ്ടും നമ്മൾ പറയുന്നു, ഔദ്യോഗികമായി തന്നെ നമ്മൾ ഉറപ്പിക്കാൻ പറ്റുന്നത് 38 പേർ മരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത പങ്കുവെക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായ വിഷയം. ഇതിൽ തന്നെ 67 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 12 പേർ നില അതീവ ഗുരുതരമാണെന്നാണ് പറയുന്നു. പക്ഷെ ഇതിൽ ഇവിടെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് അവിടുത്തെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനത്തിലുള്ള ആശുപത്രികളുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇത്. സാർ എന്തുവന്ന് ഈ പരിക്ക് ആച്ചോറെ പറ്റിയ